Hi, good morning. ഓക്കെ, 9 ആളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? ഓക്കെ, എന്തായാലും 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ജോയിൻ ചെയ്യുന്നുണ്ടോ നോക്കാം, എന്നിട്ട് തുടങ്ങാം. എങ്കിലും ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരുന്നവർ ജോയിൻ ചെയ്യുന്നവർ പിന്നെ ചെയ്യട്ടെ. ഓക്കെ, സോ പറയുന്ന ഓഡിബിൾ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ കാണുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ വോയിസ് ഓൺ ആക്കി പറഞ്ഞോളുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് മെയിൻലി കഴിഞ്ഞ ഒരു 3-4 ക്ലാസ്സുകൾ എടുത്തില്ലേ, അതിലൊക്കെ നമ്മൾ വേവ് ഒപ്റ്റിക്സ് എന്ന മൊഡ്യൂളിന് വേണ്ടിയുള്ള ബേസിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. മെയിൻലി നമ്മൾ ഈ മൊഡ്യൂൾ കൈകാര്യം ചെയ്യുന്ന ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനുമാണ്. ഓക്കെ, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹൈജൻസ് പ്രിൻസിപ്പിളാണ്. അതായത് ഹൈജൻ അസ്യൂം ചെയ്തു ലൈറ്റ് എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്നത്, മീഡിയത്തിലൂടെ അല്ല വാക്യൂമിലൂടെ ആണെങ്കിലും ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആയിട്ടാണ്. അതാണ് ഹൈജൻ പറഞ്ഞത്. സോ ഫ്രം ദാറ്റ് വി ആർ ഡെവലപ്പിംഗ് ദ തിയറി. ആ ബേസിക് കാര്യം വെച്ചുകൊണ്ട്, ആ ജസ്റ്റ് ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ തിയറി ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ തോമസ് യങ് ഡബിൾ സെറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടി? ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടി. സോ വൈ ഹി ഗെറ്റ് എന്തുകൊണ്ടാണ് ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ അല്ലെങ്കിൽ അൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടിയെന്ന് നമ്മൾ നോക്കി. സോ അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്വേഴ്സ് വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മ്യൂച്വലി ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കി. അതായത് നമ്മളൊരു ജസ്റ്റ് 2 വേവ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതായത് ഒരു വേവിൻ്റെ മുകളിൽ മറ്റേ വേവ് കൊണ്ടുവച്ചു. ആഡ് ചെയ്യുമ്പോൾ അതങ്ങനെ വേവ് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ സംഭവിക്കുക. സോ അവിടെ വെച്ച് നമുക്ക് മനസ്സിലായി 2 തരത്തിലുള്ള ഇൻ്റർഫറൻസ് എടുക്കുന്നുണ്ട്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ആഡപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചും, അതായത് വി ഗെറ്റ് എ റിസൾട്ടൻറ്റ് വേവ് വിത്ത് ഹയർ ആംപ്ലിറ്റ്യൂഡ് ഓർ ഹയർ ഇൻറ്റൻസിറ്റി. സിമിലർലി വെൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ആഡിങ് അപ്പ്, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വെക്ടർ സം എടുക്കുന്ന സമയത്ത് അത് ക്യാൻസൽ ഔട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് വേവ് കിട്ടുന്നില്ല, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അങ്ങനെ നമുക്ക് റിസൾട്ടൻറ്റ് വേവ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ സച്ച് ഇൻ്റർഫറൻസ് ഈസ് കോൾഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പാത്ത് ലെങ്ത് ഡിഫൈൻ ചെയ്തു. വാട്ട് ഈസ് ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത്? എന്താണ് പാത്ത് ലെങ്ത് ഡിഫൈൻ ചെയ്തു? എന്താണ് ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസും നമ്മൾ ഡിഫൈൻ ചെയ്തു. ആൻഡ് ബേസ്ഡ് ഓൺ ദി പാത്ത് ഡിഫറൻസ് ഓർ ഫേസ് ഡിഫറൻസ് വി ഡിസ്ക്രൈബ്ഡ് ഹൗ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഹാപ്പൻസ്. അതായത് പാത്ത് ലെങ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നലെ മിനിയാന്നായിട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ജിയോമെട്രിക്കലായിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തി. എങ്ങനെയാണ് പാത്ത് ലെങ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഫ്രിഞ്ചസ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എന്താ കിട്ടി? വി ഗെറ്റ് ദാറ്റ് വെൻ പാത്ത് ലെങ്ത് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് ലാംഡ, വേവ് ലെങ്ത്തിന്റെ എൻ ലാംഡ, അത് വേവ് ലെങ്ത്തിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മുടെ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ 2 വേവ്സ് തമ്മിലുള്ള പാത്ത് ലെങ്ത് എങ്കിൽ വി ഗെറ്റ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. വേവ് ആഡപ്പ് ചെയ്ത് റിസൾട്ടൻ്റ് ഒരു ഹയർ വേവ് വിത്ത് ഹയർ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടുന്ന വേവിന്
ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ if path length is multiple of lambda by 2, lambda by 2ന്റെ മൾട്ടിപ്ലൈ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു 2n+1 lambda by 2യുടെ മൾട്ടിപ്ലൈ ആയിട്ടാണ് നമ്മുടെ പാത്ത് ലെങ്ത് ഉള്ളതെങ്കിൽ, പാത്ത് ഡിഫറൻസ്, രണ്ട് വീതമുള്ള പാത്ത് ഡിഫറൻസ് ഉള്ളതെങ്കിൽ വാട്ട് വി ഗെറ്റ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. സോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒന്നാമത്തെ ജോമെട്രിക്കലായിട്ടും ഒരു ജോമെട്രിക്കൽ ഡെമോൺസ്ട്രേഷനിലൂടെ, രണ്ടാമത്തെ കാര്യം അനലിറ്റിക്കൽ ട്രീറ്റ്മെന്റിലൂടെ പാത്ത് ഡിഫറൻസ് അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ഫേസ് ഡിഫറൻസും അതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാമല്ലോ. പാത്ത് ഡിഫറൻസും രണ്ട് വീതമുള്ള പാത്ത് ഡിഫറൻസും അത് ഒരു ആർബിട്രറി പോയിന്റിൽ പീൽ ഉണ്ടാക്കുന്നത് കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നൗ ടുഡേ വി ആർ ലേണിംഗ് അബൌട്ട് ഫസ്റ്റ് തിങ്, ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. Optical path length. What is optical path length? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് തിൻ ഫിലിം ഇന്റർഫറൻസ് പഠിക്കും, എയർ വെഡ്ജ് പഠിക്കും, ന്യൂട്രൺ സയൻസ് പഠിക്കും. ഇതാണ് മെയിൻലി നമ്മൾ ഇന്റർഫറൻസ് എന്ന ഭാഗത്ത് പഠിക്കാൻ പോകുന്ന 3 ടോപ്പിക്കുകൾ. അതിലെല്ലാം ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ്. ഞാൻ ഡെമോൺസ്ട്രേഷൻ നടത്തില്ല, ഇന്റർഫറൻസിന്റെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് പാത്ത് ലെങ്ത് എങ്ങനെ ഡിഫൈൻ ചെയ്തത്, അതായത് ഒരു ടാർഗറ്റ് പൊസിഷൻ പിയിലേക്ക് എത്താൻ വേണ്ടി ആദ്യത്തെ വേവിനേക്കാൾ രണ്ടാമത്തെ വേവിന് എത്രയധികം സഞ്ചരിക്കേണ്ടി വന്നു, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 വേവ്സ്. അതാണ് പാത്ത് ലെങ്ത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞത്. ബട്ട് വി അസ്യൂം ദാറ്റ് ദ വേവ് ഈസ് ട്രാവലിംഗ് ത്രൂ വാക്വം. ഇത് വാക്വത്തിൽ കൂടെ അല്ലെങ്കിൽ എയറിൽ കൂടെ മൂവ് ചെയ്യുന്നൊരു വേവിന്റെ കേസിലാണ്. ഹിയർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഈസ് 1. നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം പ്ലസ് ടുവിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള സാധനമാണ് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന്. സോ ഹിയർ ഇൻ എയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n = 1. സോ ഹിയർ ദി പാത്ത് ലെങ്ത് ബിറ്റ്വീൻ ദീസ് 2 വേവ്സ്, രണ്ട് വേവ്സ് പി എന്ന പോയിന്റിൽ എന്തെങ്കിലും ബ്രൈറ്റോ ഡാർക്ക് എനിത്തിങ്, ബട്ട് ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഓക്കെ, വാട്ട് ഈസ് പാത്ത് ഡിഫറൻസ് മീൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പാത്ത് ഇറ്റ് ട്രാവൽ, അത് സഞ്ചരിച്ച പാത്ത് തമ്മിലെ ഡിസ്റ്റൻസ്, എത്ര അധികം ദൂരം ഒരു വേവിനേക്കാൾ മറ്റേ ദൂരം സഞ്ചരിച്ചു, അതാണ് പാത്ത് ലെങ്ത്. ആൻഡ് ദാറ്റ് ഈസ് ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത്. അത് ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത് ആണ്. ആ കേസിൽ ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത്തും ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തും സെയിം ആയിരുന്നു, കാരണം നമ്മൾ എയർ ആണ് എടുക്കുന്നത്, എയർ അല്ലെങ്കിൽ വാക്വം, വേറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1. നൗ വി ഡിഫൈനിങ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. എന്താണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ഓക്കെ, വി ആർ നൗ കൺസിഡറിങ് എ വേവ് ഓർ എ ലൈറ്റ് വേവ്. ലൈറ്റ് എന്ന് പറയുന്ന വേവ് ആയിട്ടാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വി കൺസിഡർ എ ലൈറ്റ് റേ ഓർ ലൈറ്റ് വേവ് ട്രാവലിംഗ് ത്രൂ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu. Some refractive. Consider that this is a medium with red square അല്ലെങ്കിൽ red rectangle. ഒരു മീഡിയം ആണ് കൺസിഡർ ചെയ്യുക, ഒരു ഗ്ലാസ്, എനിത്തിങ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu and a light wave travel with velocity v, and consider that the length of this medium is d, and a light wave travels from this position to this position, എയിൽ നിന്ന് ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ എയിൽ നിന്ന് ബിയിലേക്ക് ഈ മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്തു at velocity v, ഒരു വെലോസിറ്റി v എന്ന അതായത് ലൈറ്റിന്റെ ഈ മീഡിയത്തിലെ വെലോസിറ്റി v ആണെന്ന് കരുതുക. ഓക്കെ, അതായത് പറഞ്ഞു വന്നത് വി ഹാവ് എ മീഡിയം, നമുക്കൊരു മീഡിയം ഉണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് കൺസിഡർ വി ഹാവ് എ ഗ്ലാസ് പ്ലേറ്റ്, ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. വേറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് mu. ലൈറ്റ് എ എന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന പൊസിഷനിലേക്ക് ട്രാവൽ ചെയ്തു ഇതിൽ കൂടി ത്രൂ ദിസ് മീഡിയം, ആൻഡ് ലൈറ്റ് ഈസ് ട്രാവലിംഗ് at velocity v. Then what is the time of travel in medium? ഈ ലൈറ്റ് എയിൽ നിന്ന് എ എന്ന പൊസിഷനിൽ നിന്ന് ബിയിലേക്ക് എത്താൻ എടുത്ത ടൈം എന്താണ്? ടൈം ഈസ് ഗിവൺ as velocity is equal to displacement by time. Then what is time? Velocity is equal to displacement by time. Then time is given by displacement by velocity. So time is given by d by v. d എന്ന് പറയുന്നത് ഈ മീഡിയത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, v എന്ന് പറയുന്ന ഈ മീഡിയത്തിൽ ലൈറ്റിന്റെ വെലോസിറ്റി, t is equal to d by v. Then during this time, what is the distance traveled by light wave in air? ഈ ഒരു സമയം കൊണ്ട്, അതായത് ലൈറ്റിന് ഈ മീഡിയത്തിലെ ഡി എന്ന ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയമാണല്ലോ ടി. ഈ ടി എന്ന സമയം കൊണ്ട് അത് എയറിലാണ് സഞ്ചരിച്ചിരുന്നെങ്കിൽ, ഇഫ് ദാറ്റ് ലൈറ്റ് വേവ് പ്രൊപ്പഗേറ്റ്സ് ഇൻ എയർ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് വേവ് ഇൻ എയർ ഇൻ ദിസ് ടൈം ടി? ഈ ടൈം ടി കൊണ്ട് ലൈറ്റ് വേവ് എയറിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഓക്കെ, if we take air, എയറിലാണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ what is the distance? We know here we have velocity equal to distance by time. That distance equal to velocity into time. So we have that distance, we have that distance as
some d dash equal to, this is time t into velocity. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? ഓക്കെ, ഇങ്ങനെ ടി ഇൻറ്റു സി അല്ലെങ്കിൽ സി ഇൻറ്റു ടി. വൈ, വാട്ട് ഈസ് സി? സി ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ. അതായത് എയറിൽ ലൈറ്റിന്റെ വെലോസിറ്റി എത്ര? സി ആണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, നൗ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ദാറ്റ് the light should travel in air in this time t? It is given by d dash equal to c into t, or d dash equal to c into, in place of t we can substitute this d by v. So that gives us d into c by v. What is c by v? c by v is mu or mu d. ഓക്കെ, ഇവിടെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ പറയാം. ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് സിമ്പിളായുള്ള ഒരു കൺസെപ്റ്റാണ്. കൺസിഡർ എ മീഡിയം ഓഫ് ലെങ്ത് d ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu, and the light wave travels in this medium at a velocity v. Then what is the time taken by light wave to travel a distance d in this medium? It is given by, time is given by displacement by velocity, or this d by v. Then if this light wave travels in air, what is the distance covered by this light wave in the same time t? അതായത് ഈ ലൈറ്റ് വേവ് എയറിൽ സഞ്ചരിക്കാൻ ഈ സമയം കൊണ്ട് എയറിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? അതായത് ഈ മീഡിയത്തിലെ ഡി ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ ടി ടൈം എടുത്തു എങ്കിൽ അതേ സമയം കൊണ്ട് എയറിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ഇറ്റ് ഈസ് ഗിവൺ ബൈ ഡി ഡാഷ് ഈക്വൽ ടു എയറിലുള്ള വെലോസിറ്റി സി ഇൻറ്റു ടൈം. ദാറ്റ് മീൻസ് സി ഇൻറ്റു, substitute this expression d by v, or d into c by v. What is c by v? c by v, നിങ്ങൾ refractive index is defined as velocity of air in, velocity of light in air divided by velocity of light in that medium. അതായത് ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന n ഈസ് ഈക്വൽ ടു എയറിലെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആ മീഡിയത്തിൽ എത്ര വെലോസിറ്റി ഉണ്ട്. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഡെഫിനിഷൻ. സോ വി ഗെറ്റ് d into c by v, or this d dash equal to mu d, and this is called optical path length. ഈ ഡിസ്റ്റൻസിനെയാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞാൽ ലാഗ് ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് പറയാം. ലൈറ്റ് വേവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, അത് ഒരു ഡി ഡിസ്റ്റൻസ് ആ മീഡിയത്തിൽ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം ടി ആണെന്ന് വിചാരിക്കുക. അതേ സമയം കൊണ്ട് ലൈറ്റ് വേവ് എയറിൽ അല്ലെങ്കിൽ വാക്വത്തിൽ എത്ര ദൂരം സഞ്ചരിക്കും? അതിനെയാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നൗ അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്നുള്ള ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ പറയുന്നില്ല, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, വെൻ പാത്ത് ലെങ്ത് ഈസ് ഈക്വൽ ടു n ലാംഡ. ഇനി നമ്മൾ അത് പഠിച്ചത് എയറിന്റെ കേസിലായിരുന്നു. അതല്ലേ, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വാക്വത്തിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടായിരുന്നു അത് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇനി മുതൽ ഏത് ഇന്റർഫറൻസ് നമ്മൾ കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ, അത് പാത്ത് ഡിഫറൻസിനെ റിലേറ്റ് ചെയ്ത് ഏത് കണ്ടീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴും വി യൂസ് ദിസ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. ജോമെട്രിക്കൽ പാത്ത് ലെങ്തിന് വരെ നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആ ഒരു ഭാഗം കഴിഞ്ഞു. നൗ വി ആർ ലേണിംഗ് അബൌട്ട് പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ. അതായത് കൺസിഡർ ചെയ്യാം, ലൈറ്റ് വേവ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു പൊസിഷൻ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ലെറ്റ് ദിസ് ബി എ ഡെൻസർ മീഡിയം. ദിസ് ഈസ് എയർ അല്ലെങ്കിൽ റെയറർ മീഡിയം ആയിട്ട് എടുക്കുക. ദിസ് ഈസ് റെയറർ മീഡിയം ആൻഡ് ദിസ് ഈസ് ഓൾസോ റെയറർ മീഡിയം. ഓക്കെ, ലൈറ്റ് എയിൽ നിന്ന് പൊസിഷൻ, ഈ ഒരു ജോയിനിങ് പൊസിഷൻ, ഒ എന്ന പൊസിഷനിൽ റിഫ്ലക്റ്റ് ചെയ്യും. കൊളൈഡ് എന്ന പൊസിഷനിൽ ഈ ഡെൻസർ മീഡിയത്തിന്റെ സർഫസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യും മുകളിലോട്ട്. ദിസ് ബി ബി, സി, ഡി ആൻഡ് ഇ. ആൻഡ് ദ കൺസെപ്റ്റ് ഈസ് ദാറ്റ് വാട്ട് ഈസ് പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയിൽ നിന്ന് അല്ലെങ്കിൽ എ ബി എന്ന ലൈറ്റ് വേവ് റെയറർ മീഡിയത്തിൽ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് വേവ് ഡെൻസർ മീഡിയത്തിൽ
തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നു. എ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി സർഫസ് ഓഫ് ദിസ് ഡെൻസർ മീഡിയം. ഓക്കെ, ആൻഡ് വി ഗെറ്റ് എ വേവ്, വി ഗെറ്റ് എ റിഫ്ലക്റ്റഡ് വേവ് ഒ സി. നമുക്ക് ഒ സി എന്ന റിഫ്ലക്റ്റഡ് വേവ് കിട്ടുന്നു. സിമിലർലി ഈ വേവ് ട്രാൻസ്മിറ്റ് ചെയ്യും, കുറച്ച് ഭാഗം മീഡിയത്തിനുള്ളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. നമുക്കറിയാലോ ഇവിടെ റിഫ്രാക്ഷൻ ആംഗിൾ ഒക്കെ ഉണ്ടാവും, ഡോണ്ട് കൺസിഡർ ദാറ്റ്, അതൊന്നും ഇപ്പം കാര്യമായിട്ട് എടുക്കേണ്ട. അത് ഉള്ളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് ഓൺ ദ ബൗണ്ടറി ഓഫ് റെയറർ മീഡിയം, ഈ ഡെൻസർ മീഡിയത്തിന് റെയർ മീഡിയത്തിന്റെ ബൗണ്ടറിയിൽ വെച്ച് വീണ്ടും അത് റിഫ്ലക്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ബിക്കം അനദർ റിഫ്ലക്റ്റഡ് റേ ഡി. And path difference due to dissimilar diffraction says that there is a phase change of pi or an additional path difference of lambda by 2 with respect to reflection at the surface of rarer medium. അതായത് ഡെൻസർ മീഡിയത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിന്, ഡെൻസർ മീഡിയത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവ് ഏതാ? ബി സി. ഓക്കെ, ഈ ഒരു വേവിന് റെയറർ മീഡിയത്തിൽ കൊളൈഡ് ചെയ്ത് അല്ലെങ്കിൽ ടച്ച് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡി ഇ എന്ന വേവിനേക്കാളും പൈ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം. എ ലൈറ്റ് വേവ് ഫ്രം സോഴ്സ് എ ഈസ് propagating through a rarer medium and it reflects at this boundary of denser medium and it creates a reflected wave OC. Similarly, a part of this wave transmitted into this medium and it gets reflected in the boundary of rarer denser medium and rarer medium, and this and the reflected wave at the bottom is given by DE. The path difference due to dissimilar reflection, it says that, or the concept is that there will be a additional phase difference of pi between these two waves. ഈ ബി സി എന്ന റെയറർ മീഡിയത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിനെ ഡി ഇ എന്ന വേവിനെ കമ്പയർ ചെയ്യുമ്പോൾ ദർ വിൽ ബി ആൻ അഡീഷണൽ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ഓർ ആൻ അഡീഷണൽ പൈ ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലാംഡ ബൈ 2 പാത്ത് ഡിഫറൻസ് ഉണ്ട് ഈ രണ്ട് വേവിനും തമ്മിൽ. ഓക്കെ, ഇത് ബാക്കി ഒരു ജോമെട്രിക്കൽ പാത്ത് ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്യാതെയാണ് പറയുന്നത്, ബിക്കോസ് ഇത് അഡീഷണൽ ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്ന സാധനമാണ്. ഒന്നുകൂടി വൺസ് അഗൈൻ, വാട്ട് ഈസ് പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ? ഒരു വേവ് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നു. ഡെൻസർ മീഡിയത്തിന്റെ ബൗണ്ടറിയിൽ തട്ടിയിട്ട് ഒരു റിഫ്ലക്റ്റഡ് വേവ് ഉണ്ടാവും. സിമിലർലി അതിന്റെ ഒരു ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്ത് അടിയിലേക്കും, സിമിലർലി റെയറർ മീഡിയം ബൗണ്ടറിയിൽ തട്ടിയിട്ട് അത് വീണ്ടും റിഫ്ലക്ട് ചെയ്ത് മറ്റൊരു വേവ് ഉണ്ടാവുന്നു. ആൻഡ് ഡിസിമിലർ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ഈ റിഫ്ലക്റ്റഡ് വേവ് ഡെൻസർ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ള റിഫ്ലക്റ്റഡ് വേവ് ഒ സി എന്ന വേവിന്, സോറി ബി സി എന്ന വേവിന് റെയറർ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്ത ഡി എന്ന വേവിനേക്കാൾ ഇറ്റ് ഹാസ് ആൻ അഡീഷണൽ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ. ഒരു ഫേസ് ഡിഫറൻസ് പൈ അധികം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ഉണ്ടാകും. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നാമത്തത് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്, രണ്ടാമത്തെ പാത്ത് ഡിഫറൻസ് ഡ്യൂ ഡിസിമിലർ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല വൈ, എന്തുകൊണ്ടാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഇന്നും ആൾക്കാർ എന്തുകൊണ്ടാണ് പിന്നെ ന്യൂക്ലിയസിനുള്ളിൽ ന്യൂട്രോണിന്റെ ആവശ്യം എന്ന് ചോദിക്കുന്നതിനേക്കാൾ അധികം ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് വൈ ദിസ് ഫേസ് ഡിഫറൻസ് ഓഫ് കോഴ്സ്. സോ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഓർമ്മ വരാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ലൈറ്റ് ആയിട്ടൊന്ന് ബന്ധമൊന്നുള്ള എക്സാമ്പിൾ അല്ല. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഒരാൾ നടന്നു വരുന്നതായിരിക്കാം, അതായത് മുമ്പോട്ട് നോക്കിയിട്ട് നടന്നു വരുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പം എന്താ ഒരു ചുമര് കാണും, ഒരു വാള് കാണും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി തിരിച്ചു നടക്കണമെങ്കിൽ എന്താ, ഒന്ന് നേരെ തലയിരിഞ്ഞ് നിൽക്കണ്ടേ, അല്ലെങ്കിൽ പുറകോട്ട് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് നമ്മൾ ഫേസ് ഷിഫ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ മതി. സിമിലർലി റെയറർ മീഡിയം ഡെൻസർ മീഡിയം കാണുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ് വേവ് ബി എന്ന പൊസിഷനിൽ കാണുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് തിരിയണം, ഒരു പൈ എന്നൊരു ഫേസ് ഷിഫ്റ്റ് വേണം. ഓക്കെ, ഇത് സയന്റിഫിക്കായിട്ട് പറഞ്ഞൊന്നുമല്ല, നിങ്ങളുടെ ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, ആ രണ്ട് കൺസെപ്റ്റും ക്ലിയർ ആയി കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ടു നമ്മുടെ മൊഡ്യൂളിലെ മെയിൻ ടോപ്പിക്സിലേക്ക് ആവും. ഒന്നാമത്തെ കാര്യം തിൻ ഫിലിം ഇന്റർഫറൻസ്. ഓക്കെ, തിൻ ഫിലിം ഇന്റർഫറൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റോഡിൽ എണ്ണ വീണ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ ഇപ്പോൾ പെട്രോൾ ലീക്കുള്ള വണ്ടികളൊക്കെ മഴയുള്ള സമയത്ത് റോഡിലൂടെ പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ കളർ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും പണ്ട് ഈ സോപ്പ് പതിച്ചിട്ട് ബബിളാക്കാൻ അല്ലെങ്കിൽ കൊമളയാക്കി വിടുന്ന, അതിനും കളർ കണ്ടിട്ടുണ്ടാവും. വൈ? ദ റീസൺ ഈസ് തിൻ ഫിലിം ഇന്റർഫറൻസ്.
അതിന്റെ കാരണം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ കാണുന്ന പല കളറിന്റെയും കാരണം തിൻ ഫിലിം ഇന്റർഫറൻസ് ആണ്. സോ വി ആർ നൗ അനലൈസിങ് തിൻ ഫിലിം ഇന്റർഫറൻസ്. ഓക്കെ, തിൻ ഫിലിം ഇന്റർഫറൻസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, look at here, a wave from position A, ഒരു wave, light wave A, it will propagate through air and it gets reflected at this position. Let's say this position B, some B എന്ന പൊസിഷനിൽ റിഫ്ലക്ട് ചെയ്യും, ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് B, ആൻഡ് എ റിഫ്ലക്റ്റഡ് വേവ് BC will propagates back to air. അതായത് എവിടെ നിന്ന് ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ലൈറ്റ് വേവ് വരുന്നു, B എന്ന പൊസിഷനിൽ വെച്ച് റിഫ്ലക്ട് ചെയ്യുന്നു, BC എന്നൊരു റിഫ്ലക്റ്റഡ് വേവ് ഉണ്ടാവുന്നു. ഓക്കെ, and a part of this wave, നമ്മൾ നേരത്തെ കണ്ട പോലെ part of this wave get transmitted by creating refraction angle, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടില്ലേ, റേ ഒപ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഒരു റിഫ്ലക്ഷൻ ആംഗിൾ, സോറി വേവ് വന്ന് റേ വന്ന് ഇവിടെ കൊളൈഡ് ചെയ്തു അല്ലെങ്കിൽ ഇൻസിഡന്റ് ചെയ്തു, അപ്പം നേരെ അങ്ങ് പോകില്ല, ഇറ്റ് വിൽ ക്രിയേറ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നടത്തിയിട്ട് പോകും, അതായത് ലൈറ്റ് ബെൻഡ് ചെയ്യും കുറച്ച് സൈഡിലേക്ക്, അതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, അത് ഇവിടെ പറഞ്ഞ് ലാഗ് എടുപ്പിക്കില്ല. സോ ഇറ്റ് ക്രിയേറ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ഇറ്റ് ട്രാവൽസ് ത്രൂ ദിസ് ഫിലിം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. ഇതൊരു തിൻ ഫിലിം ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ലെറ്റ്സ് ഫിലിം എന്ന് പറഞ്ഞാൽ അറിയാം, ജസ്റ്റ് ഒരു പേപ്പറിന്റെ, ജസ്റ്റ് ടേക്ക് എ പേപ്പർ, ഒരു ഗ്ലാസ് പേപ്പർ എടുക്കുക, അത് തന്നെയാണ് തിൻ ഫിലിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, സോ അത് പറയുന്നില്ല. സോ ലെറ്റ് ഇറ്റ് ബി എ തിൻ ഫിലിം ഓഫ് തിക്നെസ് T. ഇതൊരു തിൻ ഫിലിം ഓഫ് തിക്നെസ് T ആണ്, ആൻഡ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്. ഓക്കെ, സംഭവിക്കുന്നത് വെച്ചാൽ ഈ എ എന്ന് വന്ന ഇൻസിഡന്റ് വേവിന്റെ ഒരു ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ അഗെയിൻ ഗെറ്റ് റിഫ്ലക്റ്റഡ് അറ്റ് പൊസിഷൻ D. എയറിന്റെ അടുത്ത റെയറർ മീഡിയം അല്ലെങ്കിൽ എയർ ഫിലിം ബൗണ്ടറിയിൽ വെച്ച് അത് അഗെയിൻ റിഫ്ലക്ട് ചെയ്ത് മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ തിരിച്ച് മുകളിലോട്ട് പോകും. ഇറ്റ് വിൽ പ്രൊപ്പഗേറ്റ്സ് ബാക്ക് ടു എയർ ആൻഡ് റീച്ച് ദിസ് പൊസിഷൻ E ആൻഡ് അഗെയിൻ മേക്സ് ആൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇവിടെ വന്ന് വീണ്ടും റിഫ്രാക്ട് ചെയ്ത് ആൻഡ് ഇറ്റ് വിൽ ഗേവ് എ ട്രാൻസ്മിറ്റഡ് വേവ് EF എന്ന് പറഞ്ഞ വേവ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒന്നും കൂടെ പറയാം. എയിൽ നിന്ന് ഒരു ഇൻസിഡന്റ് വേവ് വരുന്നു, ബിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു, അത് ഡെൻസർ മീഡിയം ഒരു ഫിലിമിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു, അതിന്റെ ഒരു ഭാഗം ട്രാൻസ്മിറ്റഡ് വേവ് ആയിട്ട് താഴോട്ട് പോയി അഗെയിൻ മറ്റേ ബൗണ്ടറി ഡിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് ഇയിലെത്തി റിഫ്രാക്ട് ചെയ്ത് അഗെയിൻ എഫിലേക്ക്. അതായത് BC എന്ന വേവും EF എന്ന വേവും, ഇഫ് ദിസ് ഡിസ്റ്റൻസ് ഈസ് വെരി ലോ, ഇറ്റ് ഗെറ്റ് ഇന്റർഫിയർ, അല്ലെങ്കിൽ അവിടെ ഇന്റർഫറൻസ് നടക്കും, അല്ലെങ്കിൽ ദിസ് ടു വേവ്സ് BC ആൻഡ് EF ഗെറ്റ് ആഡപ്പ്. രണ്ട് വേവ് ആഡപ്പ് ചെയ്ത് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ക്രിയേറ്റ് ഇന്റർഫറൻസ് ബാൻഡ്. രണ്ട് വേവ് ഇപ്പൊ രണ്ട് വേവ് അല്ല, ഇപ്പൊ ഒരുപാട് വേവ്സ് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ ബേസ്ഡ് ഓൺ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ വേവ് ഇൻസിഡന്റിങ്, there we can see an interference pattern. നമുക്ക് ഈ ഫിലിമിന്റെ മുകളിൽ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കാണാൻ പറ്റും. അപ്പോൾ വൈറ്റ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നെങ്കിൽ ബേസ്ഡ് ഓൺ ദ വേവ് ലെങ്ത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കളറുകൾ കാണാൻ പറ്റും. അതാണ് സാധാരണഗതിയിൽ നമ്മൾ റോഡിലൊക്കെ ഓയിൽ വീണ് കഴിയുമ്പോൾ ഒക്കെ കാണുന്ന സംഗതി. ഓക്കെ, അതായത് എയിൽ നിന്ന് വേവ് വരുന്നു, ഒരു ഭാഗം റിഫ്ലക്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്നു, ഒരു ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ആ ട്രാൻസ്മിറ്റ് ചെയ്ത് വേവിന്റെ ഒരു ഭാഗം തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് മുകളിലോട്ട് വരുന്നു. ഈ രണ്ട് വേവും ഈ രണ്ട് സ്ഥലത്ത് നിന്ന്, അതായത് ഡെൻസർ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്ത വേവും റെയറർ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്ത വേവും ഇന്റർഫിയർ ചെയ്ത് വി ഗെറ്റ് ഇന്റർഫറൻസ് ബാൻഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ഫിലിം. ഓക്കെ, അത് നടക്കുന്നു. Now, what is the optical path difference between these waves? ഈ രണ്ട് വേവുകൾ തമ്മിലുള്ള, അതായത് BC അല്ലെങ്കിൽ ഈ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത വേവും റെയറർ മീഡിയത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത വേവും, ഈ രണ്ട് വേവ്സ് തമ്മിലുള്ള ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്താണ്? ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഈസ് ഗിവൺ ബൈ BD പ്ലസ് DE. ഓക്കെ, ഇവിടെ നിന്നാണല്ലോ ഈ വേവ് സെപ്പറേറ്റ് ചെയ്തത്, B എന്ന പൊസിഷനിൽ നിന്നാണല്ലോ ഈ രണ്ട് വേവ് സെപ്പറേറ്റ് ചെയ്തത്. സോ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ വേവ് അധികമായിട്ട് സഞ്ചരിച്ചത് BD പ്ലസ് DE, BD plus DE in film minus BH. ആ വേവ് സഞ്ചരിച്ച ദൂരം BH ആണ്. അതായത് ഈ വേവ് എച്ചിൽ നിന്നും ഇയിൽ നിന്നും തുടങ്ങുന്ന വേവിന് ബാക്കി ഒരേ വേവ് ലെങ്ത് ആണെന്ന് എഴുതുക. ലെറ്റ്സ് സേ ദാറ്റ്
this wave HC and EF have same wavelength. So the difference between these two reflected waves is given by VD plus DE, which is in film, minus which is BH. ഈ BH എന്ന വേവ് എയറിലാണ്. ഓക്കെ, okay, now that is equal to VD plus DE. നമ്മൾ നേരത്തെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തിന്റെ ഡെഫിനേഷൻ കണ്ടു. അതായത് ഡി എന്നൊരു ഡിസ്റ്റൻസ് ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഓഫ് ദാറ്റ് ലൈറ്റ്. ആ ലൈറ്റ് വേവിന്റെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്താ? മ്യൂ ഡി. അത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, മ്യൂ ഡി ആണ്. സോ ബി ഡി പ്ലസ് ഡി ഫിലിമിനെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്? ദാറ്റ് മീൻസ് വി ഡി പ്ലസ് ഡി ഇൻറ്റു വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് മ്യൂ, മൈനസ് ബി എച്ച്. ശരിക്കും ബി എച്ച് ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ്, പക്ഷെ n 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് ബി എച്ച് എന്ന് എഴുതാൻ പറ്റും. സോ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഈസ് ഗിവൺ ബൈ ബി ഡി പ്ലസ് മ്യൂ മൈനസ് ബി എച്ച്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് ട്രിഗണോമെട്രിക് റീഅറേഞ്ച്മെന്റ്സ് ആണ്. അതായത് ഇവിടെ ഒരുപാട് ട്രയാങ്കിൾ. ഓക്കെ, ഈ ഫിഗർ ഒന്ന് കുറച്ച് മുകളിലോട്ട് കൊണ്ടുവരാം. ഈ ഫിഗറിനെ നോക്കുമ്പം ഇവിടെ ഒരുപാട് ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. സോ നമ്മൾ മൊത്തം ഇനി ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി ആണ്. ഓക്കെ, ട്രിഗണോമെട്രി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന സംഭവമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കൺസെപ്റ്റ്, ഓക്കെ, ലെറ്റ് ദിസ് പൊസിഷൻ ബി ജി. ഓക്കെ, ഇത് ജി ആയിരിക്കട്ടെ. ആൻഡ് ഫസ്റ്റ് തിങ് ഈസ് ബി ഡി ഈസ് ഈക്വൽ ടു, ബി ഡി ഈസ് ഈക്വൽ ടു ഡി ഇ. ഈ ബി ഡി എന്ന ലെങ്ത്തും ഡി ഇ എന്ന ലെങ്ത്തും സെയിം ആയിരിക്കും. വൈ? ബിക്കോസ് ദിസ് ടു ആംഗിൾസ് ആർ സെയിം. ഈ രണ്ട് ആംഗിളും സെയിം ആണ്. എന്തുകൊണ്ട് സെയിം ആയി? നിങ്ങൾ പഠിച്ചിട്ടില്ലേ പ്ലസ് ടു ലോ ഓഫ് റിഫ്ലക്ഷൻ? എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ? അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ സെയിം ആയിരിക്കണം. ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്തു, നോർമലുമായിട്ട് ഇൻസിഡന്റ് വേവും റിഫ്ലക്റ്റഡ് വേവും ഉണ്ടാക്കുന്ന ആംഗിൾ, ക്രിയേറ്റഡ് ആംഗിൾ it should be same. അതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. സോ വി ഗെറ്റ് ദിസ് ടു ആംഗിൾസ് ആർ ആൻഡ് ആർ ഈസ് സെയിം. ഇത് ശരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ഇവിടെ ഉണ്ടാക്കുന്ന ആറാണ്, ഡ്യൂ ടു ജോമെട്രി. ഓക്കെ, ഇത് ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? ആറും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. സോ ഇവിടെ ആറായി. സോ ഇത് ഇവിടെ ആറാണെങ്കിൽ യൂഷ്വലി ദിസ് ആംഗിൾ ഷുഡ് ബി ആർ. ഓക്കെ, ഇത് കംപ്ലീറ്റ് പ്യുവർ ജോമെട്രി ആണ്, സിമ്പിൾ ആണ്. ഇതൊക്കെ 9th സ്റ്റാൻഡേർഡ് പഠിച്ച കാര്യമാണ്. ഇവിടെ റിഫ്രാക്റ്റീവ് ആംഗിൾ ആർ ആണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ആംഗിൾ ദിസ് ആംഗിൾ ബി ആർ, ദെൻ ദിസ് ഷുഡ് ബി ആർ, ബിക്കോസ് ഇത് രണ്ട് സ്ട്രേറ്റ് ലൈൻ ആണ്. ബി അല്ലെങ്കിൽ ജി ഡി രണ്ട് സ്ട്രേറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് വി ക്യാൻ സേ ബി ഡി ഈക്വൽ ടു ഡി. ആൻഡ് നൗ ടേക്ക് ദ ട്രയാംഗിൾ ബി ജി ഡി. BGD എന്ന ട്രയാംഗിൾ എടുക്കുക. നൗ ടേക്ക് ദ ട്രയാംഗിൾ BGD. We get that cos R. What is given by cos R? Cos of an angle എന്ന് പറഞ്ഞാൽ എന്താണ്? Adjacent side by hypotenuse. What is adjacent side? DG. DG by hypotenuse. This is the hypotenuse. That is BD. Okay. Now look, what is this length? DG. DG എന്ന് പറഞ്ഞ ലെങ്ത് ആണ്. എന്താണ്? ഇറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് ഫിലിം. ഇത് ഫിലിമിന്റെ തിക്നെസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് T by BD, or we can write this BD is equal to T by cos R. ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. This BD is equal to T by cos R. Let be this equation 1. ഓക്കെ, നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്താ? ബി ഡി പ്ലസ് ബി ഡി ഈസ് ഈക്വൽ ടു ഡി ഇ ആണ്. സോ ഈ വാട്ട് ഈസ് ബി ഡി പ്ലസ് ഡി? ഇറ്റ് ഷുഡ് ബി 2BD ആയിരിക്കും. അതായത് ബി ഡിയും ഡിയും ഒരേ ലെങ്ത് ആണെങ്കിൽ ബി ഡി പ്ലസ് ഡി എന്ന ടൈം 2BD ആയിരിക്കും. അതായത് 2BD എന്ന് പറയുമ്പോൾ ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ദാറ്റ് മീൻസ് ബി ഡി പ്ലസ് ഡി ഈക്വൽ ടു 2T by cos R. ഓക്കെ, ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1. ഇതാണ് ഇക്വേഷൻ 1.
Now take another triangle BEH. ഈ BEH എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുക. ഓക്കെ, now this angle is I. ഈ ആംഗിൾ I ആയിരിക്കും എന്നാ പറയുന്നത്. എന്തുകൊണ്ട്? ബിക്കോസ് അക്കോർഡിംഗ് ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വെച്ച് ഈ ആംഗിളും I ആയിരിക്കണമല്ലോ. ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്ഷൻ ആംഗിളും സെയിം ആയിരിക്കണം. ഈ ആംഗിൾ I ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 90 മൈനസ് I ആയിരിക്കും. ബിക്കോസ് ഇത് പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ ഞാൻ വരച്ചിരിക്കുന്നത്, നോർമൽ ആണ് ഈ ഡോട്ടഡ് ലൈൻ. സോ ഇറ്റ് ക്രിയേറ്റ് 90 ആംഗിൾ. സോ ഇഫ് ഇറ്റ് ഈസ് I, ദിസ് ഇസ് 90 മൈനസ് I. ഇത് 90 മൈനസ് I ആണെങ്കിൽ ഓൾറെഡി ഇത് പെർപെൻഡിക്കുലർ ആംഗിൾ ആണ്. ദെൻ ദിസ് ഷുഡ് ബി I. അങ്ങനെയാണ് ഈ ആംഗിൾ I ആണെന്നുള്ള ആംഗിൾ HEB ഈക്വൽ ടു I എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. സോ this angle is I. So when taking triangle BEH, sin I is given by sin I is equal to ഇതാണ് sin I എന്താണ് opposite by hypotenuse. What is the opposite angle of this? Opposite side BH ആണ്. sin I is equal to BH by ഈ ട്രയാങ്കിളിലെ BHE അല്ലെങ്കിൽ BEH എന്ന് പറയുന്ന ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് അതാണ്, ഇതാണ് BE. ഓക്കെ, ദാറ്റ് മീൻസ് BH ഈക്വൽ ടു ഈക്വേഷൻ നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്താ? BH ഈസ് ഈക്വൽ ടു BE sin I. BE sin I ഈക്വേഷൻ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റൂലേ, BE sin I. And now this BE is equal to ഈ BE എന്ന് പറയുന്ന സൈഡ്, ഈ സൈഡ് ഉണ്ടല്ലോ, അതായത് BE എൻ്റെ പോയിന്റർ നിങ്ങൾ കാണുമല്ലോ, BE എന്ന് പറയുന്നത് BG പ്ലസ് GE ആണ്. നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. BE ഈസ് ഈക്വൽ ടു BG പ്ലസ് GE ആണ്. ഓക്കെ, നൗ ടേക്ക് ദ ട്രയാങ്കിൾ. അപ്പോൾ ഈ BGയും Gയും കണ്ടുപിടിക്കണം. നൗ ടേക്ക് ദ ട്രയാങ്കിൾ BGD. ട്രയാങ്കിൾ BGD എടുക്കുന്നു, അതായത് BGD എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ആണ്. ഈ BGD എടുത്തിട്ട് വാട്ട് ഈസ് tan R. ഇതാണ് ആംഗിൾ R. ഈ BGD എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ഈ എൻ്റെ പോയിന്റർ പോകുന്ന സ്ഥലമാണ് BGD എന്ന ട്രയാങ്കിൾ എടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് tan R? Tan is equal to opposite by adjacent. This is the opposite side. Tan R is equal to BG by adjacent, that is DG. ഹലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ സൗണ്ട് കേട്ടു. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാത്ത എന്തെങ്കിലും ആണോ? ഓക്കെ, അപ്പോൾ അറിയാതെ വോയിസ് ഓൺ ആയതായിരിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് tan R ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു BG by DG. Okay, that is equal to BG by what is DG? DG എന്ന ലെങ്ത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു? that is thickness T. So we can say tan R is equal to BG by T. So we can say that length BG equal to tan R into T. Okay, so we know that BG is equal to G. BG എന്ന് പറയുന്നത് G ആണ് നമുക്കറിയാം. Why? Because this angle, two angles are R is equal to R. So we can say angle BG is side BG is equal to G. So BG is equal to tan R into T. Then BE is equal to 2 into BG. ഓക്കെ, ബി എന്ന് പറയുന്നത് BG പ്ലസ് G ആണ്. ഈ BGയും Gയും സെയിം ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു BE is equal to 2 into BG. Okay, and now we get that BG is equal to tan R into T, then BE is equal to 2 into BG. That means BE is equal to 2T tan R. Okay, and now BH is equal to BH നെ നമ്മൾ ഇവിടെ ഇക്വേഷൻ BH is equal to BE sin I എന്നല്ലേ ഇട്ടത്. Now BH is equal to BEക്ക് വരെ നമ്മൾ 2T tan R, 2T tan R sin I. Okay, now we get equation 3 എന്ന് എഴുതാം. Now we get two equations. BD plus DE is equal to
അതായത് നമുക്കിപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. അതായത് ബി ഡി പ്ലസ് ഡി ഇ ഈസ് ഈക്വൽ ടു 2t by cos r and bh is equal to 2t tan r sin i. ഓക്കെ, ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, ഇവിടെ എന്താ കിട്ടിയെന്ന് നോക്കുക. കണ്ടോ, ബി ഡി പ്ലസ് ഡി, നമ്മളിവിടെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ബി ഡി പ്ലസ് ഡി ഇൻ ദ ടേംസ് ഓഫ് thickness of film, angle of refraction. Similarly, BH in the terms of thickness of film, angle of refraction, angle of incidence. So നമ്മൾ നാളെ ഇത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കും. Then what is the condition for maximum? ഇവിടെ നമ്മൾ തിൻ ഫിലിമിന്റെ മുകളിൽ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുമ്പോൾ അവിടെ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്ട് ഇന്റർഫറൻസ് അല്ലെങ്കിൽ മാക്സിമം, മിനിമം, അതിന് തിക്നെസ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിന് ഇൻസിഡന്റ് ആംഗിൾ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ നാളെ നമ്മൾ ഡിഫൈൻ ചെയ്യും. സോ നമുക്ക് ഇന്ന് സമയം ഏകദേശം തീരാനായതുകൊണ്ട് ഇവിടെ നിർത്താം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. 3 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തു. ആദ്യം നമ്മൾ നോക്കാം. ആദ്യം നമ്മൾ എന്താണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞു. അതായത് ഒരു മീഡിയത്തിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്, അതൊരു ഡിസ്റ്റൻസ് ഡി കംപ്ലീറ്റ് ചെയ്യാൻ ടി ടൈം എടുത്തു എങ്കിൽ ആ ടൈം കൊണ്ട് എയറിൽ ആ ലൈറ്റ് വേവ് എത്ര ദൂരം സഞ്ചരിക്കും, അതിനാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ, അതായത് ഒരു ഡെൻസർ മീഡിയത്തിന്റെ മുകളിൽ നമ്മൾ ലൈറ്റ് വേവ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഒരു റെയറർ മീഡിയത്തിന്റെ മുകളിൽ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് വേവിനേക്കാൾ ഒരു അഡീഷണൽ ഫേസ് ഡിഫറൻസ് പൈ ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് λ/2 അതിന് അപ്ലൈ ചെയ്യണം. അതാണ് പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ. അത് ജസ്റ്റ് അതൊരു പോയിന്റ് ആണ്, അതൊരു ചോദ്യമല്ല, ജസ്റ്റ് പോയിന്റ് മനസ്സിലുണ്ടായാൽ മതി. കാരണം അത് കഴിഞ്ഞ് നമ്മൾ തിൻ ഫിലിം ഇന്റർഫറൻസ് ഒക്കെ ചെയ്യുമ്പോൾ അവസാനം നമുക്ക് ആ പോയിന്റ് ആവശ്യമുണ്ട്. കാരണം നമ്മൾ പാത്ത് ഡിഫറൻസ് കാണും, അത് കഴിഞ്ഞ് നമ്മൾ ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് λ/2 നമ്മൾ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഫേസ് ഡിഫറൻസ് പൈ അപ്ലൈ ചെയ്യും. തിൻ ഫിലിം ഇന്റർഫറൻസിൽ നമ്മൾ പറഞ്ഞു വേവ് ഒരു എയിൽ നിന്നുള്ള ഒരു വേവ് റെയർ മീഡിയം അല്ലെങ്കിൽ എയറിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തു വരുന്നു. One of the part is reflected as BC and one of the part transmitted through this thin film and again come reflected from the rarer boundary or air boundary and come back as wave EF. And 2 waves reflected from denser medium, അതായത് ഫിലിമിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത വേവും എയറിൽ നിന്ന് റിഫ്ലക്ട് അടിയിൽ പോയി ബോട്ടം പാർട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത വേവും തമ്മിൽ ആഡപ്പ് ചെയ്ത് ഇന്റർഫിയർ ചെയ്ത് ഈ ഫിലിമിന്റെ മുകളിൽ ഇന്റർഫറൻസ് പാറ്റേൺ കാണിക്കും. സോ അതിന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു നമ്മൾ ട്രിഗ്നോമെട്രി ഒക്കെ വെച്ച് ഡിറൈവ് ചെയ്തിരുന്നത്. സോ പകുതി എത്തിയുള്ളൂ, ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, സോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ അറ്റൻഡൻസ് വിളിക്കാം. അനസ് റോഷൻ CH. അനശ്വർ സുരേന്ദ്രൻ. Present, sir. അനുഗ്രഹ്. Present, sir. അശ്വന്ത് C. Present, sir. ധ്യാൻ ബിജു. Sir. ഫാത്തിമ നദ. Present, sir. ഫാത്തിമത്ത് സഫ. Present, sir. സന. Present, sir. ജ്യോതിഷ് C. Present, sir. കൈലാസ് നാഥ് K. മുഹമ്മദ് മുഅദ് ഫാറൂഖ്. Present, sir. Present, sir. നീഹ ഷിരിൻ. Present, sir. നിഖിൽ ദാസ്. Present, sir. നിഖിൽ P ഇല്ല. പ്രണവ് രാജ്. Present. സായന്ത്. Present. ഓക്കെ, അപ്പം ആരും അബ്സെന്റ് ഇല്ല നിഖിൽ P ഒഴിച്ച്. ഓക്കെ, താങ്ക് യു.